ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പത്രമാറ്റ് സീരിയലിൻ്റെ പ്രൊമോ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു നമ്മുടെ അനിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദേവയാനി നമ്മുടെ അനാമികയുടെ വീട്ടിൽ ചെന്ന് അനാമികയുടെ അടുത്തും വേണുവിൻ്റെ അടുത്തും ഒക്കെ റിക്വസ്റ്റ് ചെയ്യണം ഈ കേസ് എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണമെന്നൊക്കെ. അപ്പോൾ അവർ വലിയ വെയിറ്റഡാണ്, ഞങ്ങൾ എന്ത് കോംപ്രമൈസിനും തയ്യാറാണ് എന്ന രീതിയിലാണ് ദേവയാനി ചെന്നത്. അപ്പോൾ വേണു പറഞ്ഞു ഞങ്ങളുടെ വക്കീലിനെ പോയി കാണണമെന്നും അദ്ദേഹം പറയും എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ മകളെ അടി ഞങ്ങളുടെ മോളുടെ മുഖത്തു നിന്ന് ആ പാട് പോയാലും ഞങ്ങളുടെ മനസ്സിൽ നിന്നും ആ പാട് പോവില്ല, അവനെ ഞങ്ങൾ ജയിലിൽ കയറ്റും എന്ന് തന്നെ നമ്മുടെ വേണു പറയുന്ന രംഗമൊക്കെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പോൾ ഇന്ന് ഇനി വരാൻ പോകുന്നത് നമ്മുടെ ദേവയാനി അവരുടെ അനാമികയുടെ വക്കീലിനെ പോയി കാണുകയാണ്. അപ്പോൾ വേണു എല്ലാം വിളിച്ച് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചൊക്കെയാണ് ഇങ്ങനെ അനന്തപുരി തറവാട്ടിലെ മൂത്ത മരുമകൾ അവിടെ വരുമെന്നും അപ്പോൾ വേണ്ടുന്ന പോലെ എല്ലാം സംസാരിക്കണമെന്നൊക്കെ നമ്മുടെ വേണു പറഞ്ഞ് വക്കീലിനോട് വെച്ചൊക്കെയാണ്. അങ്ങനെ നമ്മുടെ ദേവയാനി അവിടെ ചെല്ലുകയും അനിക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുകയും ഇനി എത്ര കോടികൾ വേണമെങ്കിലും ഞങ്ങൾ തരാമെന്ന് വിചാരിക്കും. പക്ഷേ ദേവയാനിയുടെ ഉള്ളിൽ 1-2 കോടി എന്നുള്ള രീതിയാണ്. അപ്പോൾ വക്കീൽ പറയും അങ്ങനെ ഒരു കോംപ്രമൈസിനാണെങ്കിൽ ഒരു കുറഞ്ഞത് 10 കോടിയെങ്കിലും കൊടുക്കേണ്ടി വരും. 10 കോടിയോ? അപ്പോൾ ഇങ്ങനെ ദേവയാനി ചോദിക്കും, നിങ്ങളെ സംബന്ധിച്ച് 10 കോടിയൊന്നും ഒരു വിഷയമല്ലല്ലോ. അപ്പോൾ ദേവയാനി പറയും ഞങ്ങൾക്ക് വിഷയമാണ് സാറേ, കാര്യം എന്നാന്ന് വെച്ചാൽ എന്നാലും സാരമില്ല, നമ്മുടെ മകനെ പുറത്തിറക്കണം, എന്നാലും കുഴപ്പമില്ല, അപ്പോൾ നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ട് ഒരു ഒത്തുതീർപ്പാക്കിയിട്ട് ഞങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ദേവയാനി വക്കീലിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ നന്ദു ഡ്യൂട്ടി കഴിഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അനീനെ ഒന്ന് പോയി കാണാൻ ചെന്നപ്പോൾ അനി ഇരുന്നുറങ്ങുകയാണ് സെല്ലിനകത്ത്. അപ്പോൾ നന്ദുവിനെ കണ്ടിട്ട് എന്തോ വല്ലാത്തൊരു പ്രയാസമാണ് നന്ദുവിനുണ്ടായത്. നന്ദു എന്നിട്ട് അനീനെ വിളിച്ചുണർത്തി എന്നിട്ട് പറഞ്ഞു ഇതെന്തുവാടാ, എന്തിരിപ്പായത്, അതൊന്നും സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനി ചിരിച്ചുകൊണ്ടിരിക്കണം. എനിക്കിതൊന്നും വിഷയമല്ല, കാര്യം എന്ന് വെച്ചാൽ നന്ദുവിനെ കാണാൻ കിട്ടുന്ന അവസരമല്ലേ. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് നാളെ കോടതിയിൽ അനാമികയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നീ പറയണം. അപ്പോൾ അവൻ പറയുന്നുണ്ട് എന്തായാലും ഇവിടെ കിടക്കുന്നതിൽ ഒരു കാര്യത്തിൽ എനിക്ക് സങ്കടമുള്ളൂ, എൻ്റെ വീട്ടുകാരെ കാര്യത്തിൽ. കാര്യം വല്യമ്മയും ആദർശേട്ടനൊക്കെ അവരൊക്കെ ഒരുപാട് കിടന്ന് സങ്കടപ്പെടുന്നുണ്ട്, അച്ഛനും ഒക്കെ അമ്മയും ഒക്കെ. അതാണ് എനിക്കുള്ള ഒരു വിഷമം. എൻ്റെ നന്ദുവിനോട് പറയുന്നുണ്ട് എന്നെ എന്തോരം കഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ, അടിച്ചിട്ടുണ്ടെന്നറിയോ നന്ദു നിനക്ക്, അനാമിക ബെൽറ്റിട്ട് വരെ എന്നെ തല്ലിയിട്ടുണ്ട്, ഒരടിയെങ്കിലും കൊടുത്തിട്ടാണല്ലോ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്, എനിക്കതിൽ ഒരു സങ്കടവും ഇല്ലയെന്ന് അനി പറയുന്നുണ്ട്. എടാ അങ്ങനെയല്ല, എന്നാലും നീ വീട്ടുകാരെ ഓർക്കണം, ഇപ്പോഴും അനുഭവിക്കുന്ന ആ ഒരു സങ്കടവും ബുദ്ധിമുട്ടും നീ മനസ്സിലാക്കണം എന്നൊക്കെ നമ്മുടെ നന്ദു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സച്ചിദാനന്ദൻ വരെയാണ്. സച്ചി വന്നപ്പോൾ കണ്ട കാഴ്ച അനിയും നന്ദുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സച്ചിക്ക് അത്ര അധികം അതൊരു സുഖമായിട്ട് തോന്നില്ല, കിട്ടുന്ന അവസരമൊക്കെ രണ്ടുപേരും സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നന്ദുവിനോട് പറയുന്നുണ്ട് നന്ദു ഡ്യൂട്ടി കഴിഞ്ഞ സമയം ഇത്ര ആയല്ലോ പൊക്കോളൂ. അല്ല സാർ ഞാൻ കുറച്ച് നേരം കൂടെ, വേണ്ട ഞാനും ഇവിടെ ബാക്കി പോലീസുകാരൊക്കെ ഉണ്ടല്ലോ, എന്തായാലും അനി ഉറങ്ങിയ ശേഷം ഞാൻ ഇവിടെ നിന്ന് പോകുള്ളൂ, നന്ദു എന്തായാലും താമസിക്കേണ്ട പൊക്കോളൂ എന്ന് പറഞ്ഞ് നന്ദുവിനെ നിർബന്ധിച്ച് വിടാണ്. നന്ദു മനസ്സോടെ വീട്ടിലോട്ട് പോവാണ് അനിയുടെ അടുത്ത് പറഞ്ഞിട്ട്. എൻ്റെ സച്ചി പറയുന്നുണ്ട് എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും അനിക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ നാളെ കോടതിയിൽ എത്തിക്കഴിഞ്ഞ് നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാമെന്ന് പറഞ്ഞ് ആ ഒരു ഇതവിടെ ക്ലോസ് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നന്ദു ദേഷ്യത്തോടു കൂടി വീട്ടിൽ വരണം. അപ്പോൾ നമ്മുടെ നമ്മുടെ ഗോവിന്ദനും കനകയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വന്ന പാടെ തന്നെ ഭയങ്കര ദേഷ്യമാണ്. കാരണം എന്ന് വെച്ചാൽ അനി സെല്ലിനകത്ത് കിടക്കുന്ന കണ്ടിട്ടുള്ള രംഗമല്ല വരുന്നത്. അപ്പോൾ പറയുന്നുണ്ട് ഇതിനെല്ലാം ഉത്തരവാദി ആ സച്ചിദാനന്ദനാണ്. അപ്പോൾ നന്ദുവിൻ്റെ അമ്മ പറയും നീ എന്തിനാ സച്ചിമോനെ കുറ്റം പറയണത്, അവൻ്റെ ഡ്യൂട്ടിയല്ലേ ചെയ്തോളൂ, റോഡിൽ കിടന്ന ഒരു പെങ്കൊച്ചിനെ പബ്ലിക്കായിട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നാ നിസ്സാരമാണോ, പബ്ലിക്കായിട്ട് അടിച്ചെങ്കിൽ അതിനുള്ള കാരണമുണ്ട്, എന്ത് കാരണം ഉണ്ടെങ്കിലും സച്ചിദാനന്ദനെ നീ കുറ്റപ്പെടുത്തണം എന്തിനാണ്, അയാൾ വെറും ഒരു കള്ളനാണ്, അയാൾ 2 വശത്തു നിന്ന് ഡബിൾ താപ്പ് കളിക്കുന്ന ഒരാളാണ്, എനിക്ക് അയാളെ പോലുള്ള ഒരാളെ ഭർത്താവായിട്ട് എനിക്ക് വേണ്ടതാനും എന്നൊക്കെ നമ്മുടെ നന്ദു ഇങ്ങനെ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കനകയ്ക്ക് അങ്ങ് ദേഷ്യം പറയണം, ആവശ്യമില്ലാത്ത സംസാരിച്ചാൽ നന്ദു നിൻ്റെ മുഖം ഞാൻ അടിച്ച് പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് അമ്മയും ദേഷ്യപ്പെടുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി അയാൾക്ക് ഇരട്ടത്താപ്പുള്ള ഒരു ക്യാരക്ടറാണ്, അയാൾക്ക് വേണമെങ്കിൽ അനീനെ ഇന്ന് എന്നെ കോടതിയിൽ എത്തിച്ച് ജാമ്യം കിട്ടുമായിരുന്നു. പക്ഷേ അയാൾ അവിടെ എന്തൊക്കെയോ കളികളാണ് കളിക്കുന്നത്. കാര്യം എന്നാന്ന് വെച്ചാൽ
ആദ്യം പറഞ്ഞു കോടതിയുടെ ടൈം കഴിഞ്ഞു, പിന്നെ അതെടുത്തിട്ടില്ല ഇതെടുത്തിട്ടില്ല മൊഴി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് സമയം നീട്ടി. എൻ്റെ ജഡ്ജി വീട്ടിൽ പോയിട്ട് ജാമ്യം എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പകുതി ദൂരെ എത്തിയപ്പോൾ പറഞ്ഞു വേണ്ട പോകണ്ടെന്ന്. ഇതിലൊക്കെ അയാളുടെ കളിയുണ്ട്, അമ്മയ്ക്കും അച്ഛനും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞ മോളെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി, അനി നമ്മുടെ പയ്യനാണ്, എങ്കിലും തെറ്റ് തന്നെയല്ലേ മോളെ, അതിനെ നമ്മൾ മറ്റുള്ളവരെ പഴിച്ചിട്ട് കാര്യമില്ല. അച്ഛനും അമ്മ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി, അയാൾ വെറും ഒരു ഇരട്ടത്താപ്പുകാരനാണ്, അയാളുമായിട്ടുള്ള ഒരു കല്യാണത്തിന് എനിക്ക് സമ്മതവും അല്ല എന്ന് പറഞ്ഞിട്ട് നന്ദു അകത്തേക്ക് പോവാണ്. ആ സമയം സെല്ലി ഇരുന്ന് നമ്മുടെ അനി ഓരോ കാര്യങ്ങൾ ഓർക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അന്ന് അനി മരിക്കാൻ വേണ്ടി തീരുമാനിച്ച് പോയ രാത്രി നമ്മുടെ നന്ദു വരികയും അവർ കുറേ നേരം ഒറ്റയ്ക്കിരുന്ന് അവരുടേതായിട്ടുള്ള കാര്യങ്ങളും നന്ദു ഇതുവരെ പറയാത്ത പല കാര്യങ്ങളും നന്ദു അനിയനോട് ഷെയർ ചെയ്യുന്നതാണ്. അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആകെ പ്രണയിച്ചിട്ടുള്ളത് നിന്നെ മാത്രമാണെന്നും നീ ഇല്ലാതെ ഒരു ജീവിതം എനിക്കില്ല, നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ ചിലപ്പോൾ ഞാൻ ഈ ജോലിയും വലിച്ചെറിഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയെ പോലും ഉപേക്ഷിച്ച് ചിലപ്പോൾ നിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് ഞാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായിട്ട് നമ്മുടെ പിന്നെ അനി സെല്ലിനകത്തിരുന്ന് ഓർക്കാണ്. ഈ സമയം അനന്തപുരി തറവാട്ടിലേക്ക് നമ്മുടെ ദേവയാനി തിരിച്ചു വരണം. അപ്പോൾ അതിന് മുന്നേ അവരെല്ലാവരും ചർച്ച ചെയ്യണം. അനിയുടെ കേസിന് വേണ്ടിയിട്ട് ദേവയാനി ഏതറ്റം വരെയും പോകും. അതാണ് അവൾക്ക് അത്ര ഇഷ്ടമാണ് അവനെ, സ്വന്തം മോനേക്കാളും അവൾ സ്നേഹിക്കുന്നത് അനിയാണെന്ന് നമ്മുടെ അജയൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ദേവയാനി കടന്നു വരണം. എന്നിട്ട് അപ്പോൾ ആദർശും നയനിയും അജയനും ജയനും ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവരുടെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ ഞാൻ പോയി എന്നും, അനാമികയുടെ വീട്ടിൽ ചെന്ന് പിന്നെ അവരുടെ വക്കീലിനെ പോയി കണ്ടു. അപ്പോൾ അവരൊരു കോംപ്രമൈസിനെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10 കോടിയെങ്കിലും കൊടുക്കണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇതെന്താണ്, ഇവർക്കിതൊരു ബിസിനസ്സാണോ, ഇക്കണക്കിന് പോവുകയാണെങ്കിൽ ഇനി ഒരു 3-4 എണ്ണത്തിനെയും കൂടെ ഇതുപോലെ വലിയ വലിയ വീടുകളിൽ പോയി കല്യാണം കഴിച്ചിട്ട് ഇതുപോലെ കോമ്പൻസേഷൻ ആവശ്യപ്പെട്ടാൽ മതിയല്ലോ, അപ്പോൾ 4 തലമുറയ്ക്കുള്ളതും കൂടെ ജീവിക്കാൻ അവർക്ക് കിട്ടിക്കോളൂ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. മോനെ നമുക്കിപ്പോൾ പണമാണോ അവിടെ മുഖ്യം, ഇപ്പം എനിക്ക് വിചാരിച്ചാൽ 10 കോടി കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല, പക്ഷെ അതിലല്ലല്ലോ നമ്മുടെ കൊച്ചിന്ന് ഒരു രാത്രി ആ സെല്ലി കിടക്കേണ്ട ഒരു അവസ്ഥ വന്നില്ലേടാ, നമ്മളത് മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെ എല്ലാവരും കൂടെ സമ്മതിക്കുന്നുണ്ട്. സ്വന്തം അച്ഛനായിട്ട് അവൻ പോലും സ്വന്തം അച്ഛൻ കൂടി, അതായത് അനിയുടെ അച്ഛൻ പോലും ഒന്ന് പോയി കണ്ടില്ല. കാര്യം എന്ന് വെച്ചാൽ മകനെ ആ സെല്ലി കിടന്ന് ഇനിയിപ്പോൾ നാളെ റിമാൻഡ് ചെയ്ത് ജയിലിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജയിലിൽ പോയി കാണേണ്ടി വരും. ആ അവസ്ഥ നമുക്ക് ആർക്കെങ്കിലും താങ്ങാൻ പറ്റുമോ? അതുകൊണ്ട് നമുക്ക് എന്തായാലും എത്ര രൂപ നമുക്ക് നോക്കണം. നമ്മളെ സംബന്ധിച്ച് 10 കോടി നമ്മൾ എന്തെല്ലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ അനന്തപുരി തറവാട്ടിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ അനിക്കുട്ടന് വേണ്ടിയിട്ട് മുടക്കുന്നതിൽ എന്താണ് തെറ്റ്? അതുകൊണ്ട് ഇനി ആരും അതിനെക്കുറിച്ച് പറയേണ്ട, നമുക്കത് കൊടുത്ത് എങ്ങനെയാണെങ്കിലും ഈ ഒരു കോമ്പൻസേഷൻ പദ്ധതി നമുക്കൊന്ന് റെഡിയാക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോകണം. അത് കഴിഞ്ഞ് ആദർശ് നയനയും കൂടെ സംസാരിക്കുന്ന രംഗമാണ്. ആദർശനാണെങ്കിൽ ഭയങ്കര വിഷമമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇന്നൊരു രാത്രി അവൻ ആദ്യമായിട്ടല്ലേ ഒരു സെല്ലിൽ ഇത്രയും തെറ്റുകൾ ചെയ്ത അബി പോലും ഇന്നുവരെ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. അതൊക്കെ ഓർത്ത് ആദർശന് വല്ലാത്ത സങ്കടം. അപ്പം നയനെ ചെന്ന് സമാധാനപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നമ്മുടെ നന്ദുവിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട് അവൻ അവിടെ ഒരു കുഴപ്പമില്ല, നിങ്ങൾ വിഷമിക്കേണ്ട. പിന്നെ ആ സച്ചിദാനന്ദം കിടന്ന് ഓരോ കളി കളിക്കുന്നു. അപ്പോൾ നയനെ പറയുന്നത് ഞാൻ അയാളുടെ സ്വഭാവവിശേഷം ചോദിക്കാനല്ല നിൻ്റെ അടുത്ത് വിളിച്ചത്, എനിക്ക് അവിടെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, അവന് ഒരു കുഴപ്പമില്ല, ഞാൻ വരുന്നവരെ അവൻ ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ മോളെ ശരി എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നയനെ ഫോൺ വെക്കുകയാണ്. എൻ്റെ നയനെ ആദർശം കൂടെ പറയുന്നുണ്ട് അവന് സന്തോഷമായിരിക്കും. കാര്യം നന്ദുവിനെ കാണാൻ കിട്ടുന്ന ഒരു അവസരം അവൻ പാഴാക്കാറില്ലല്ലോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇൻട്രോ പ്രൊമോയിൽ പറയുന്ന ഏകദേശ സീനുകൾ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ടാറ്റ ബൈ ബൈ, ടേക്ക്